മുത്തശ്ശി പറഞ്ഞോ. എല്ലാവരും അവിടെ എന്ത് ചെയ്യേ? അവിടെ എന്താ വിശേഷം? ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. പുറത്തൊന്നും പോവാതിരിക്കുമ്പോ എനിക്ക് എന്ത് വിശേഷം ഉണ്ടാവാനാ? വീട്ടില് തന്നെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലോ. അത് നല്ലതല്ലേ മുത്തശ്ശി? ഇനി ഇങ്ങനെ 100 വർഷം ഇരുന്നാ മതി. ഞങ്ങൾക്കും അതാണ് വേണ്ടത്. ഇപ്പൊ എന്തിനാ വിളിച്ചത്? കാര്യം പറ. ഞാൻ പറഞ്ഞേൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തില്ലേ? എല്ലാം നന്നായി നടന്നില്ലേ? അതെന്താ ചോദിക്കാനുള്ള മുത്തശ്ശി? എല്ലാം സൂപ്പറായിരുന്നു. ആ, സന്തോഷായി. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണല്ലോ സുമേഷിനെ കൊണ്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്യിച്ചത്. ആ മുത്തശ്ശി, മുത്തശ്ശിയുടെ പ്ലാനിംഗ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടേ. നിനക്കും നിന്റെ പെണ്ണിനും ഞാൻ അറേഞ്ച് ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ആ മുത്തശ്ശി, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരിടത്തേക്ക് വിടരുതെന്നാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അയ്യോ, പെട്ടെന്ന് മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ബോംബിട്ടത്? മുത്തശ്ശി, ഇവരുടെ കാര്യത്തിൽ ഇപ്പൊ തന്നെ ഒരുപാട് തടസ്സങ്ങളൊക്കെ കഴിഞ്ഞതാ. എന്നിട്ട് ഈ സമയത്ത് മുത്തശ്ശിക്ക് എന്താ? അതല്ല മോനെ, യാതൊരു വിവരവും ബോധവും ഇല്ലാതെ നടന്നിരുന്ന നിന്നെ ആരതിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നിന്നെ ലോക്ക് ചെയ്തില്ലേ? എന്നിട്ട് നിന്റെ ചേട്ടൻ ഇങ്ങനെ സമാധാനത്തോടെ നടക്കുന്ന കണ്ട് അത് മാറ്റണമെന്നും നിനക്ക് തോന്നുന്നില്ലേ? സത്യം പറയുകയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞത് പോയിന്റാ. ചേട്ടൻ എങ്ങനെ ഇപ്പോഴും സന്തോഷമായിട്ട് നടക്കുന്നേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ രണ്ടുപേരുടെ കല്യാണം ആഘോഷമായിട്ട് നടത്തണം. കല്യാണത്തിന് മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും നിശ്ചയെങ്കിലും നമുക്ക് നടത്തണ്ടേ വിക്കി? അതിനിയും വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ തിരുമേനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പറ്റിയ നല്ലൊരു മുഹൂർത്തം കുറിച്ചു തരാൻ തിരുമേനിയോട് നാളെ പറയാം. എന്നിട്ട് നിശ്ചയം നടത്തി നിന്റെ ചേട്ടന്റെ സമാധാനം കളയാം നമുക്ക്. ഇനിയും എത്ര നാളാ നമ്മൾ ഈ കാര്യം വെച്ച് താമസിപ്പിക്കുന്നത്? ഓക്കെ, ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇപ്പൊ തന്നെ ചേട്ടന്റെ റൗഡി ബേബിയുടെ ഫാൻസ് എപ്പോഴാ കല്യാണം എന്ന് പറഞ്ഞ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം അവർ അറിഞ്ഞാലുണ്ടല്ലോ, അവരൊക്കെ പാർട്ടി എടുത്തു. അത് തന്നെയാ വേണ്ടത്. കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കേണ്ട പ്രായമായില്ലേ? മോളെ, ആദ്യ ഫോണൊന്ന് അമ്മുന്റെ കൊടുക്ക്. ആ മുത്തശ്ശി. അമ്മു, നിങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ എത്രയും വേഗം കല്യാണ ഡേറ്റ് കുറിക്കണം. അപ്പോഴാ ശരിക്കും പെടുന്നത്. നിന്റെ അച്ഛൻ ഫോൺ ചെയ്തിരുന്നു മോളെ. നാളെ തന്നെ ഇതിനു വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആണോ മുത്തശ്ശി? എനിക്ക് സന്തോഷായി. ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. എല്ലാവരും സമാധാനായിട്ട് വാ. വന്നിട്ട് എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തരണേ. ശരി മുത്തശ്ശി. ഫോൺ എടുക്കാല്ലേ? ഒരു കാര്യം പറയില്ല. ഇതാണ് അവളുടെ പ്രശ്നം.
അതുകൊണ്ട് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. എവിടെയാണോ ചോദിച്ചിട്ട് പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് എവിടെയാ പോകുന്നതെങ്കിലും പറയണ്ടേ. ഡാം ഇറ്റ്. എന്തു പറ്റി സാർ? എന്താ ഇത്ര ടെൻഷനായി നിൽക്കുന്നേ? ഞാൻ അഹല്യയുടെ കാര്യം ആലോചിക്കുമായിരുന്നു സിസ്റ്റർ. അവൾ എവിടെ പോയിന്ന് പോലും അറിയില്ല. അഹല്യ മാഡം എന്നെ വിളിച്ചിരുന്നു സാർ. ഞാനിപ്പോ ഓക്കെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ല, ഇവിടുന്ന് പൊക്കോളാൻ എന്നോട് പറഞ്ഞേ. ഇങ്ങനൊരവസ്ഥയിൽ മാഡം കുറച്ചുനാൾ കൂടി ഒബ്സർവേഷനിൽ ഇരിക്കുന്നതാണ് നല്ലത്. മാഡത്തിന്റെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. മാഡത്തിന്റെ ലങ്സ് പൂർണ്ണമായിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഡോക്ടർ എന്നോട് ഈ കാര്യം തന്നെയാണ് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം അനങ്ങാതിരുന്നവള് പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചതുപോലെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ. ഞാൻ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവളുടെ കൂടെ ഞാനും പോകേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ ഈ നോസ് പൈപ്പെങ്കിലും അവൾക്ക് കയ്യിലെടുക്കായിരുന്നു. ഈ അവസ്ഥയിൽ മാഡം എക്സൈറ്റഡ് ആയാൽ ബോധം പോകാനുള്ള സാധ്യതയുണ്ട് സാർ. എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ സിസ്റ്റർ. ഞാൻ ഓൾറെഡി ടെൻഷനിലാണുള്ളത്. ഞാൻ പേടിപ്പിക്കുകയല്ല സാർ, സത്യം പറഞ്ഞതാ. എത്രയും പെട്ടെന്ന് മാഡത്തെ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത്. എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കി. പക്ഷേ അവള് റീച്ച് ആവാൻ പോലും പറ്റുന്നില്ല. ദൈവം സഹായിച്ച് അവള് വീട്ടിലെത്തിയാൽ മാത്രം മതിയായിരുന്നു. അവള് വരാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല സിസ്റ്റർ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അവള് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഹായ് കള്ളച്ചെറുക്ക, ഇത്രയും പെട്ടെന്ന് എന്നെ മിസ് ചെയ്തോ? അല്ല, ഞാൻ ഇത്രയും നേരം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്നെ മിസ് ചെയ്തോ? നീ ഇതൊന്നും അഭിനയിക്കുന്നതല്ലോ. അഭിനയിക്കാനോ? നീ എന്തായി പറയുന്നേ? അല്ല, കല്യാണം കഴിയുന്നത് വരെ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ സ്വഭാവം മുഴുവനായിട്ട് മാറുന്ന അനുഭവമുള്ളവര് പറഞ്ഞത്. അതുകൊണ്ടാ ചോദിച്ചത്. ഞാനപ്പോ ബാക്കിയുള്ളവരെ പോലെയാണെന്ന് കരുതിയിട്ടാണോ നീ എന്നെ പ്രേമിച്ചത്? നീ സ്പെഷ്യൽ തന്നെയാ, ഇനി അതുപോലെ തന്നെ ആയിരിക്കുമെന്നാ ചോദിച്ചത്. നിനക്ക് അല്ലെങ്കിൽ തന്നെ നല്ല ഡിമാൻഡാണല്ലോ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്റെ വി ബോസ്, അതായത് എന്റെ വേദാന്ത് ബോസ്, എന്നെ സ്നേഹിക്കുന്നതിൽ കുറവ് വരുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മനസ്സിൽ വേറൊരു പെണ്ണുമില്ല. അയ്യോ, ഇതിനൊക്കെ എന്തിനാ നീ ഇങ്ങനെ സീരിയസ് ആവുന്നത്? ഞാൻ തമാശ പറഞ്ഞതല്ലേ. എന്നെ നിനക്ക് ശരിക്കും അറിയാലോ. എന്റെ മനസ്സിൽ അങ്ങനെ വൃത്തികെട്ട ഐഡിയ ഒന്നും വരില്ല. നിന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയില്ല. വാട്ടെവർ. ഇനി മേലെ എന്നോട് ഇങ്ങനത്തെ തമാശ ഒന്നും പറയരുത്. എന്റെ മനസ്സിൽ വേറെ ആരുമില്ല. എനിക്ക് എന്റെ അമ്മൂനെ മാത്രം മതി. ആ ശരി ശരി, ഇനി ഞാൻ പറഞ്ഞതൊന്നും തലയിലെടുത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. അതുപോട്ടെ, ഇപ്പൊ നീ എന്ത് പറയാനാ അത്യാവശ്യമായിട്ട് വിളിച്ചത്? അത് നാളെ നിങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. നാളെയോ? നാളെ എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഞാൻ വരില്ല, ഞാൻ ബിസിയാ. വാട്ട്? ബിസിയോ? ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല. പിന്നെ നീ എന്താ ഇത്ര ബിസി? അയ്യ, 1000 കാര്യങ്ങളുണ്ട് മോനെ. അതെല്ലാം ഞാനെന്തിനാ നിന്നോട് പറയുന്നേ? ശരി, നിന്റെ തമാശ ഒന്ന് നിർത്ത്. എപ്പോഴാ വരുന്നെന്ന് പറ. ഞാൻ വരുന്നില്ല. വരുന്നവരെ വിളിച്ചിട്ട് എപ്പോഴാണെന്ന് ചോദിക്കും. എടി, നിന്റെ തലയ്ക്ക് എന്താടി ഓളമാണോ? നാളെ നീ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ദേ നോക്കൂ മോനെ, അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ നാളെ നമ്മുടെ കല്യാണമൊന്നും അല്ലല്ലോ. എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മുതിർന്നവരെല്ലാരും കൂടി സംസാരിക്കുന്നതല്ലേ. അവരൊക്കെ ഇരുന്ന് സംസാരിച്ച് എന്താണെന്ന് വെച്ച് തീരുമാനിക്കട്ടെ. അതിന് ഞാൻ എന്തിനാ? യു നോ കള്ളച്ചെറുക്ക, ഇതുപോലുള്ള ചെറിയ മീറ്റിങ്ങിനൊന്നും ഈ ക്യൂൻ വരില്ല. മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴേ കിങ്ങിന്റെ കൂടെ ക്യൂനും വന്നല്ലേ പറ്റൂ. അങ്ങനെയാണോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ? നാളെ നീ അവിടെ എന്താ പറയേണ്ടതെന്ന് ഓൾറെഡി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നീ എന്താ പറയേണ്ടതെന്ന് ഏടത്തി നിനക്ക് പറഞ്ഞു തരും. ഓഹോ,
രാജ്ഞി എന്തോ സീക്രട്ട് മിഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്താ? അത് സീക്രട്ട് മിഷൻ ആണല്ലോ, അതെങ്ങനെയാ പുറത്ത് പറയുന്നേ? അതറിയുമ്പോ എന്തായാലും നീ ഷോക്ക് ആയിക്കോളും. എടി, അമ്മോ. അഹല്യ മാഡം സാറിനോട് പറയാതെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? അവൾക്ക് വേറെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ല സിസ്റ്റർ. അവള് പോകുന്നുണ്ടെ ആ വേദാന്തിന്റെ പിന്നാലെ ആയിരിക്കും. ഈ കാര്യത്തിൽ ഒരു സംശയമില്ല, അവൾ ആ വേദാന്തിന്റെ പിന്നാലെ തന്നെയാ പോയത്. പക്ഷേ അവനിപ്പോ എവിടെയാന്ന് അറിയില്ലല്ലോ. ഇനി എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ അവനെ ഒരിക്കലും ജീവനോടെ വെറുതെ വിടില്ല. അവൾക്ക് സംഭവിച്ചത് അവനും അനുഭവിക്കണം. അവൻ കാരണം എന്റെ അനിയത്തി നരകവേദന അനുഭവിച്ചത്. ഇപ്പൊ നമുക്ക് അഹല്യ മാഡത്തെ കുറിച്ച് മാത്രം ആലോചിക്കാം സാർ. മറ്റുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിക്കെന്തോ പേടിയാവുന്നു സിസ്റ്റർ. ഇത്രയായിട്ട് അവൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അത് അഹല്യായിരിക്കും. അഹല്യ, 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 നിനക്ക് എന്ത് പറ്റി മോളെ? സിസ്റ്റർ, വേഗം പോയി ഓക്സിജൻ കിറ്റ് എടുത്തിട്ട് വാ. അഹല്യ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ചെയ്തത്? പറഞ്ഞിട്ട് പോയിക്കോടായിരുന്നോ? പതുക്കെ. സൂക്ഷിച്ച് പയ്യെ. നിങ്ങൾ എന്താ പറയുന്നേ? നാളെ ആ കഴുതേക്കാണ് ഞാൻ പോണെന്നോ? യു മീൻ ചെറുക്കം കാണൽ ചടങ്ങല്ലേ? എക്സാക്ട്ലി. ചെക്കൻ കാണൽ ചടങ്ങിന് അതും ഈ ഞാൻ. വാട്ട് ആർ യു സേയിങ്? ഇങ്ങനത്തെ ചടങ്ങ് ഈ ലോകത്ത് എവിടെയുമില്ല. ഇത് നടക്കത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ചേട്ടാ, ചേട്ടനെങ്കിലും പറ. ഇതിലെന്ത് പറയണേ? എല്ലാം അവസാനിച്ചില്ലേ? ചേട്ടാ, ചേട്ടനെന്താ പറ്റിയത്? നോർമൽ ആണെന്ന് സത്യം ചെയ്യ്. എന്താ മോളെ, അവനെന്താ നോർമൽ അല്ലാത്ത? നിങ്ങളെല്ലാം കൂടെ എന്താ ഒപ്പിച്ചത്? വേദാന്ത, സിദ്ധാർത്ഥ്, നീ മിണ്ടരുത്. വിക്കി ചേട്ടന് എങ്ങനെ നോർമലാവും? ചേട്ടന് ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പാവം, വിക്കി ചേട്ടന്റെ മനസ്സ് വേദനിച്ചു. ചേട്ടനത് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സ് വേദനിച്ചില്ലേ? ഇതൊക്കെ ശരിയാണോ? ആദ്യ നിനക്കും വട്ടായ മോളെ? അല്ല, എനിക്ക് വട്ടില്ല. എന്റെ വിക്കി ചേട്ടന് വേണ്ടി ഇത് നടന്നേ പറ്റൂ. ഏയ്, ഇവളിത് എന്തൊക്കെയാ ഈ പറയുന്നേ? നീ ഒരു സീനുണ്ടാക്ക സൈക്കോപാത്ത്. സൈക്കോയോ? ഹാ, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും സൈക്കോ അല്ലേ? സമ്മതിച്ചു, ഞങ്ങൾ സൈക്കോപാത്താ. വിക്കി ചേട്ടാ, കമോൺ വിക്കി, ഇനി നമ്മളോട് നിക്കണോ അതോ പോണോ? ഏയ്, എന്ത് ചെയ്യാനാ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾക്കൊക്കെ വട്ടായോ? ചേട്ടാ, നീ ഞങ്ങളോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ആദ്യ കമോൺ വിക്കി, ഇതുവരെ നടന്നതൊക്കെ മറന്ന് മുന്നോട്ടുള്ളത് മാത്രം നമുക്ക് ആലോചിക്കാം. ഓക്കെ ആദ്യ, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എല്ലാം മറക്കാം. മതിയാക്ക്, ചേട്ടനെ സമ്മതിപ്പിക്കാൻ നോക്ക്. എന്റെ ചേട്ടാ, ചേട്ടൻ എന്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ളേ? എവറിത്തിങ് ഇസ് പോസിബിൾ. ഡോണ്ട് വറി. ആണല്ലേ? ഇത് എന്റെ കാര്യത്തിൽ ഇമ്പോസിബിൾ. ആ കഴുതന്റെ വീട്ടില് നാളെ ചെക്കൻ കാണാൻ ചടങ്ങിന് പോണല്ലേ? അവളുടെ മുന്നിൽ പോയി നാണിച്ചിരിക്കണം. അവളൊരു ചെക്കനെ പോലെ എന്നെ നോക്കി പേടിപ്പിക്കും. അവൾ ഈ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞപ്പോ നീ അതിന് കൂട്ടുന്നല്ലേ? ഇത് വല്ലാത്ത സ്റ്റുപ്പിഡ് അല്ലേ വിക്രാന്ത്?
സർ, മാഡത്തിന് അർജന്റ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. സർ മാഡത്തിന്റെ കൂടെ തന്നെ ഇരിക്കണം. ഞാനതൊക്കെ ഒന്ന് പോയി വാങ്ങിയിട്ട് വരാം. വേദാന്ത് 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 വേദാന്ത്, എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ എന്തിനാ നീ വന്നത്? അവളെ എന്തിനാ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവളിങ്ങനെ കരയുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരന് നീയാണ്, പരിഹരിക്കേണ്ടത് നീയാണ്. ഇനി നീ മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ ആകാശ് ആരാണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. ചേട്ടൻ എന്തിനാ ഇറിറ്റേറ്റഡ് ആവുന്ന? അതും ചേട്ടന്റെ പെണ്ണിന്റെ മുന്നിൽ നിൽക്ക്. അതെ, ഞാൻ അങ്ങനെയാണ്. എന്നോടൊരു വാക്ക് ചോദിക്കാതല്ലേ നീ സമ്മതം പറഞ്ഞത്? അവൾക്ക് പണ്ടേ ബോധമില്ല. നിനക്കും ബോധമില്ല മോളെ. ഹലോ ചേട്ടാ, ആണുങ്ങൾ എപ്പോഴും പെണ്ണിന്റെ വീട്ടിൽ വന്ന് ചായയും കുടിച്ച് പലഹാരം കഴിച്ചു പോവില്ലേ? ഈ ഫോർമാലിറ്റി തന്നെ എന്നും കണ്ടിന്യൂ ചെയ്യണോ? അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണമല്ലോ. സാരി എടുത്ത് നാണമൊക്കെ അഭിനയിച്ച് വരുന്ന ചെറുക്കന്റെ മുന്നിൽ ചിരിച്ചോണ്ട് തന്നെ നിൽക്കണോ? നിനക്ക് എന്താ ആദ്യം പറ്റിയത്? ഞങ്ങള് പെണ്ണുങ്ങള് ഇതൊക്കെ അനുഭവിക്കുന്നത്. എല്ലാവരും ഈക്വലാണെങ്കിൽ ചേട്ടൻ ഈ ചടങ്ങിന് നിന്നാൽ എന്താ കുഴപ്പം? ഐ മീൻ വേദാന്തേട്ടൻ. നോ വേ, ഇതൊരു സ്റ്റുപ്പിഡ് ഐഡിയ. ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാലേ അത് ട്രെൻഡാവും, പിന്നെ ഞാൻ വൈറലാവും. പിന്നെ എല്ലാ പെൺകുട്ടികളും ചെറുക്കം കാണാൻ ചടങ്ങിന് പോയിരിക്കും. പാവം പയ്യന്മാര് ഒരു കയ്യിൽ ചായയും പിടിച്ച് നാണിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരും. ചേച്ചേ, ഈ ഐഡിയ ഒട്ടും ശരിയാവില്ല. ശരിയാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാ ഞങ്ങൾ ഈ പ്ലാൻ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിലിനി തടസ്സമൊന്നും പറയണ്ട, പറഞ്ഞതുപോലെ കേട്ടേ പറ്റൂ. എന്താ ചേട്ടാ, പെണ്ണുങ്ങൾ വന്നിങ്ങനെ ഷോപ്പീസ് ആയിട്ട് നിൽക്കുന്നത് ഒരു പ്രശ്നമില്ലേ? വിക്രാന്ത്, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. അവളുടെ ഭർത്താവ് പറഞ്ഞ അവൾക്ക് മനസ്സിലാവില്ലേ? അതെ, എന്നെ എന്തിനാ വലിച്ചഴിക്കുന്നേ? നിങ്ങളായി നിങ്ങളുടെ പെങ്ങളായി. ഞാനിതിലില്ല. ഹലോ, ഈ ഐഡിയ പറഞ്ഞ് തന്റെ അനിയത്തിയ. താൻ ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. വിക്രാന്ത്, സപ്പോർട്ട് മീ. സിദ്ധാർത്ഥ്, ഇതൊരു തെറ്റാണോ? തെറ്റായി പോയെന്ന് ചോദിച്ചാ അതൊരു തെറ്റായി പോയാലോ? എന്താളിയത്? എത്ര പെട്ടെന്ന് കാലം അറിയേ? നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഭാര്യമാര് പറയുന്നത് അനുസരിക്കണം. നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ ഭാര്യമാര് പറയുന്നത് അനുസരിച്ച് നമ്മൾ അതിനെ പിന്താങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ എന്നും സമാധാനം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. ഭാര്യമാര് പറയുന്നത് കേൾക്കാത്ത ഭർത്താക്കന്മാർ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ. അവള് പറഞ്ഞത് നിനക്ക് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം. ആദ്യയും അമ്മും കൂടി ഇട്ട ഈ പ്ലാൻ നീ എന്തായാലും നടത്തി കൊടുത്തേ പറ്റൂ. ചടങ്ങുകൾ ഇങ്ങനെ നടക്കുന്നത് നല്ലതല്ലേ? ചേട്ടാ, എല്ലാവരും ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് നമ്മളിനി വില്ലന്മാരാവണോ? എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ വിചാരിക്കേ. കമോൺ വിക്രാന്ത്, നീയും. ഞാനെന്ത് ചെയ്യാനാ? ചേട്ടന് സമയം ശരിയാകത്തുണ്ടല്ലേ? നിർഭാഗ്യവശാൽ ഹൈക്കമാൻഡ് പോലും ചേട്ടനെതിരെ നിൽക്കുകയല്ലേ? മാത്രമല്ല, ഞാൻ ചെയ്ത പോലെ ഒരു പാവപ്പെട്ട പെങ്കുച്ചിനെ പ്രേമിച്ചിരുന്നെങ്കിൽ ഇതുമെല്ലാം സഹിക്കേണ്ടി വരുമായിരുന്നോ? ചേട്ടൻ ഡയറക്റ്റ് ആയിട്ട് റൗഡിയല്ലേ പ്രേമിച്ചേ?
ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ആദ്യ ഇത് അവസാന നിമിഷം കലോടച്ചല്ലോ, ഇനി എന്ത് ചെയ്യാനാ പോന്നെ? നമ്മളോടാണോ അവൻ വാശി കാണിക്കുന്നത്? ഞാൻ അവന്റെ മുത്തശ്ശിയാ. അവൻ വെറുതെ അഭിനയിക്കുന്നതല്ലേ മോനെ. നമ്മള് പറയുന്നത് തന്നെ ചെയ്യും. ഇനി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കളത്തിലങ്ങ് ഇറങ്ങും.